ഹരേ കൃഷ്ണ. എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു ക്യാരറ്റ് സാഗോ പായസമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ അടുപ്പയിലോട്ട് വെച്ച് ഒരു സ്പൂൺ നെയ്യൊഴിച്ച് ആ നെയ്യൊന്ന് ചൂടാകുമ്പോൾ ക്യാരറ്റ് ചതുര കഷ്ണങ്ങളാക്കി മുറിച്ച് ഈ നെയ്യിലിട്ട് ഒന്ന് സോട്ട് ചെയ്യണം. നെയ്യും ക്യാരറ്റുമൊക്കെ നന്നായിട്ട് യോജിച്ച് ചെറു തീയിലിരുന്ന് ആ ക്യാരറ്റ് ഒന്ന് വേകണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, വളരെ ചെറിയ തീയിൽ അടച്ചു വെച്ച് വീണ്ടും ഒന്ന് തുറന്ന് ഒന്നിളക്കി കൊടുത്ത് വീണ്ടും ഒന്ന് തുറന്ന് ഒന്നിളക്കി കൊടുത്ത് അങ്ങനെ നന്നായിട്ട് വേകണ്ട, എങ്കിലും ആ നെയ്യൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് ആ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവണം. ഇനി ഈ ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. വേണമെങ്കിൽ 1-2 സ്പൂണ് പാലും കൂടെ ചേർത്ത് അരയ്ക്കാം. പക്ഷെ നല്ല സോഫ്റ്റായിട്ട് അരയണം. ഇത് ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ചിരുന്ന ചൗവരിയാണ്. കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് വേകും. ഇത് ഞാനൊരു പാത്രത്തിലേക്കിട്ടു. ഇപ്പോൾ ഞാൻ പാത്രം അടുപ്പേ വെച്ചിട്ടേ ഉള്ളൂ, തീ കത്തിച്ചിട്ടില്ല. 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തു. അതിനുശേഷം ഈ നെയ്യും ചൗവരിയും എല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ കത്തിച്ചു. ഇനി ചെറു തീയിൽ ഇതൊന്ന് 1 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്തു. കാരണം കുതിർത്ത് വെച്ചിരുന്ന ചൗവരി ആയതുകൊണ്ട് ഒരു പച്ച ചുവ വരും. ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് അത്രയും മതി. ഒന്ന് ആവി വരുമ്പോഴേക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പാലൊഴിക്കണം. പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചൗവരി അടിയിൽ പിടിക്കും, പാത്രത്തിൻ്റെ അടിഭാഗത്ത് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നെയ്യ് ഒഴിച്ചതുകൊണ്ട് അത്ര പെട്ടെന്ന് പിടിക്കില്ല, എങ്കിലും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. കുതിർത്ത് വെച്ചിരുന്ന ചൗവരി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേകും. ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് താഴെ ചൗവരി വേകും. ചൗവരി വെന്തോ എന്ന് തിരിച്ചറിയുന്നത് ചൗവരി ഒന്ന് വലുതായി അതൊന്ന് ഒരു ഗ്ലാസ് ഫോമിലേക്ക് മാറും. അതായത് നല്ല ഒരു ട്രാൻസ്പെറൻ്റ് ആയ പോലെ നമുക്ക് തോന്നും. ആ സമയമാകുമ്പോഴേക്കും നമ്മൾ അരച്ചു വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ മിക്സ് അതും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർന്ന് നന്നായിട്ട് യോജിക്കണം. ഒരു മീഡിയം തീയിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കട്ടെ. അതിനുശേഷം അതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർക്കണം. പിന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു 2-3 സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു നല്ല രുചിയാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി നല്ല കൊഴുത്ത ഒരു പായസത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം. പായസം റെഡിയായി. ഇത്രയേ ഉള്ളൂ. വളരെ സ്വാദിഷ്ടമായ ഒരു ക്യാരറ്റ് സാഗോ പായസമാണ്. ഇതൊരു വ്രതഭക്ഷണമായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ വറുത്ത് ചേർക്കാം. നവരാത്രിക്ക് ദേവിക്ക് പായസം നൈവേദ്യമായി സമർപ്പിക്കാം. ഏകാദശി സമയത്ത് ഇതൊരു ഭക്ഷണമായി ഉപയോഗിക്കാം. കാരണം ചൗവരിയും ക്യാരറ്റും പാലുമാണ്. വളരെ
രുചികരവും പോഷകസമൃദ്ധവുമാണ് ഈ പായസം. എല്ലാവരും ഇതേ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം. ഹരേ കൃഷ്ണ.